സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പ് വിടർന്നു നിൽക്കുന്ന ആമ്പൽപ്പൂക്കളുടെ കൂടെ നിന്ന് ധാരാളം റീൽസും ഫോട്ടോസും എല്ലാം ചിത്രീകരിച്ചതിന് ശേഷം വളരെ വളരെ സന്തോഷപൂർവ്വം മില്യൺ കണക്കിന് ലൈക്കും സ്നേഹവും എല്ലാം വാരിക്കൂട്ടിയതിനു ശേഷം നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് മടങ്ങിപ്പോയാലോ? കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മലരിക്കൽ ആമ്പൽപ്പാടം കാണുവാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ എങ്ങനെയാ, നമുക്ക് നേരെ വിട്ടാലോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും മലരിക്കൽ ഭാഗത്തേക്ക് 9 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ആനവണ്ടിയിൽ കയറി ഏറ്റവും മുന്നിലെ സീറ്റും പിടിച്ച് നേരെ മലരിക്കൽ പോകാൻ പറ്റുമെന്നായിരുന്നു ഞാൻ കരുതി വെച്ചിരുന്നത്. ആ പ്രതീക്ഷ എല്ലാം അവസാനിച്ചു. ആനവണ്ടി സർവീസ് നഹി ഹേ, ബസ്സില്ല. എവിടുന്നൊക്കെയോ വന്ന് എവിടോട്ടൊക്കെയോ പോകാനുള്ള ധാരാളം ആളുകളെ കണ്ടില്ലേ? എന്തൊക്കെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആയിരിക്കും അല്ലേ ഇവരുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത്. കാലത്ത് 6 മണിക്ക് മുമ്പ് മലരിക്കൽ ഭാഗത്ത് എത്തേണ്ടതിനാൽ ഞാൻ പതിയെ ലിഫ്റ്റ് ചോദിച്ച് അങ്ങോട്ടേക്ക് പോകുവാൻ അങ്ങോട്ട് തീരുമാനിച്ചു കേട്ടോ. ചോദിച്ചു പോകുന്നതിന്റെയും സുഖം ഒന്ന് വേറെ തന്നെയാണ്, ശരിയല്ലേ? എന്താ അല്ലേ? ഒരു പരിചയവുമില്ലാത്ത പെട്ടിവണ്ടികൾക്കും ജീപ്പുകൾക്കും ഓട്ടോറിക്ഷകൾക്കും എല്ലാം കൈ കാണിച്ച് ഞാൻ നേരെ കുമരകം റൂട്ടിൽ ഇല്ലിക്കൽ വഴി കാഞ്ഞിരംകാവില കൂടി മലരിക്കൽ ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ. ലിഫ്റ്റ് ചോദിച്ച് യാത്ര ചെയ്യുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അതെന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ചോദിച്ച് തന്നെ പോണം. എന്തായാലും പല പല വണ്ടികൾക്കും കൈ കാണിച്ച് അവരുടെ എല്ലാം നല്ല നല്ല വാക്കുകളും ഉപദേശങ്ങളും എല്ലാം കേട്ടതിന് ശേഷം ഒടുവിൽ ഞാൻ മലരിക്കൽ എത്തി കേട്ടോ. കേരളത്തിലെ കോട്ടയം പട്ടണത്തിൽ തിരുവാർപ്പ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ടൂറിസം ഗ്രാമമാണ് മലരിക്കല്. ഇവിടുത്തെ ആമ്പൽപ്പാടത്തിലെ കാഴ്ചകൾ എല്ലാം തന്നെ അതിമനോഹരാണ് കേട്ടോ. അതിരാവിലെ ഒറ്റയ്ക്കൊരു തോണിയിൽ കയറി തോണിക്കാരനോടൊപ്പം ഇത്രയും സുന്ദരമായ കാഴ്ചകൾ എല്ലാം കണ്ടുകൊണ്ടുള്ള യാത്രയുടെ സുഖം അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. നേരം പുലർന്ന് വെളിച്ചം വീഴുന്നതേ ഉള്ളൂ കേട്ടോ. സമയം 6:10 ഉള്ളൂ. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിവർന്നു കിടക്കുന്ന ആമ്പൽപ്പൂക്കളുടെ ഭംഗിയുണ്ടല്ലോ, ഒന്ന് വേറെ തന്നെയാണ്. വെള്ളത്തിന്റെ അടിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഓരോ ആമ്പൽപ്പൂവും കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നോ. വളരെ നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇത്. അടിപൊളി, വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ ഇങ്ങനെ തോണിയിലിരുന്ന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ തോണിക്കാരൻ ചേട്ടന്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. സജിമോൻ എന്നാണ് കേട്ടോ നമ്മുടെ തോണിക്കാരൻ ചേട്ടന്റെ പേര്. ഇതുപോലെ അതിശയിപ്പിക്കുന്ന പ്രകൃതി ഭംഗി ഞാൻ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. ഈ പ്രകൃതി ഭംഗിക്ക് മുമ്പിൽ ഏതൊരാളും മയങ്ങിപ്പോകും. എത്ര കണ്ടാലും മതി വരാത്ത അത്രയ്ക്കും കാഴ്ചകളാണ് മലരിക്കൽ വന്നാൽ നമുക്ക് കാണുവാൻ കഴിയുക. മലരിക്കൽ ആമ്പൽ ഗ്രാമത്തിന്റെ ഭംഗി എന്താ അല്ലേ? ഇപ്പോഴും സഞ്ചാരികളുടെ ഒഴുക്ക് ഇങ്ങോട്ടേക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രാവിലെ 6 മണിക്കും 8 മണിക്കും ഇടയിൽ കാണുമ്പോഴാണ് ഈ ആമ്പൽപ്പൂക്കൾ കാണുവാൻ ഒരുപാട് ഭംഗി തോന്നുക.
സൂര്യപ്രകാശം ഈ ആമ്പൽ പൂക്കളുടെ ദേഹത്തേക്ക് വീഴുന്തോറും ഇവ പതുക്കെ വാടിത്തുടങ്ങും, സൂര്യനോട് കൂട്ടുവെട്ടുന്ന പോലെ. അപ്പോൾ ഇവ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം പിങ്ക് നിറത്തിലുള്ള അമ്പൽപ്പൂക്കൾ മാത്രം. എന്തൊരു ഭംഗിയല്ലേ. കണ്ണെത്താ ദൂരത്തോളം പടർന്നു കിടക്കുന്ന ആമ്പൽപ്പൂക്കൾ നേരിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന കുളിർമയുണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്താ അല്ലേ. കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരത്താണ് കേട്ടോ ഈ ആമ്പൽപ്പൂക്കൾ കിളിർത്തു നിൽക്കുന്നത്. വിശാലമായ പാടശേഖരത്ത് പൂത്തു നിൽക്കുന്ന ആമ്പലിന്റെ ഭംഗി ആസ്വദിക്കുവാൻ കേരളത്തിന്റെ പുറത്തുനിന്ന് വരെ സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് കേട്ടോ. പുലർച്ചെയാണ് ആമ്പലുകൾ കൂടുതൽ മിഴിവോടെ വിടർന്നു നിൽക്കുക. രാവിലെ 9 മണിക്ക് മുമ്പ് ഇവിടെ എത്തിയാൽ മാത്രമേ പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കണ്ടാസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ കുമരകത്തിന്റെ അടുത്തായതിനാൽ ധാരാളം വിദേശികളും ആമ്പൽ വസന്തം കാണുവാനായിട്ട് മലരിക്കൽ എത്തിച്ചേരുന്നു. വെറും 100 രൂപ മാത്രം നൽകിയാൽ ആമ്പലുകൾക്കിടയിലൂടെ സഞ്ചാരികൾക്ക് വള്ളത്തിൽ ഒരുപാട് ദൂരം ഒരുപാട് നേരം സഞ്ചരിക്കുവാൻ സാധിക്കും. ആഴമില്ലാത്തതിനാൽ അപകട സാധ്യത ഒട്ടുമില്ല എന്നതും ഈ സ്ഥലത്തിന്റെ പ്രധാന ആകർഷണമാണ്. ആമ്പൽപ്പൂക്കളെ തൊട്ടു തഴുകി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. അടുത്ത ഒരു ആമ്പൽപ്പൂ വസന്തം വരുന്നത് വരെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് നമുക്ക് ആർക്കും യാതൊരുവിധ ഉറപ്പുമില്ല. അതിനാൽ എത്രയും വേഗം തന്നെ നിങ്ങൾ എല്ലാവരും ഇത് നേരിൽ കാണുവാനായിട്ട് ഇങ്ങോട്ട് പോരട്ടോ. പിങ്ക് നിറമണിഞ്ഞ ഈ മാന്ത്രിക സ്ഥലത്തിന്റെ ഭംഗി എന്താ അല്ലേ. നമ്മുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിന്റെയും ശ്രീലങ്കയുടെയും ദേശീയ പുഷ്പം ഏതാണെന്ന് അറിയാമോ? അത് ആമ്പലാണ് കേട്ടോ. കോടമഞ്ഞിനെ തട്ടിത്തടഞ്ഞ് വീശിയടിച്ച് വരുന്ന ഇളങ്കാറ്റു ഏറ്റുകൊണ്ട് പൂത്തു നിൽക്കുന്ന പല വർണ്ണങ്ങളിലുള്ള ആമ്പൽപ്പൂക്കളുടെ ഇടയിലൂടെ ഇതുപോലെ വള്ളത്തിലുള്ള യാത്ര ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കും. എന്താ ശരിയല്ല ഞാൻ പറഞ്ഞത്? ഇവിടുത്തെ വയലിന് താഴെ വർഷാവർഷം രൂപപ്പെടുന്ന നിധികുംഭങ്ങളാണ് കേട്ടോ ശരിക്കും ഈ ആമ്പൽപ്പൂക്കളെല്ലാം. ഈ ഗ്രാമത്തിലെ ആളുകളുടെ സ്നേഹവും കൂട്ടായ്മയും സൗഹൃദവും എല്ലാം ആമ്പൽപ്പൂ വസന്തത്തിന്റെ കാഴ്ചയുടെ മാറ്റം ഒരുപാട് 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 വർദ്ധിപ്പിക്കുന്നു. എന്താ അല്ലേ. ഏതാണ്ട് 1 മണിക്കൂറിന് മുകളിൽ ആമ്പൽപ്പൂക്കളുടെ നടുവിൽ ചിലവഴിച്ചതിന് ശേഷം ഞാനും സജിച്ചേട്ടനും കൂടി നേരെ കരയിലേക്ക് പോവുകയാണ് കേട്ടോ.
എത്ര മനോഹരമായ പ്രകൃതി ഭംഗിയും ഇളങ്കാറ്റുമാണെന്നോ ഈ പ്രദേശത്ത്. ഏത് സീസണിൽ വന്നാലും ഈ പ്രദേശത്തെ കാഴ്ചകൾക്ക് യാതൊരുവിധ പഞ്ഞവുമില്ല കേട്ടോ. മലരിക്കൽ എന്ന് പറയുന്ന ഈ പ്രദേശത്തിന് മലരിക്കൽ എന്ന പേര് വരുവാൻ ഒരു കാരണമുണ്ട്. കൊടൂരാറിലേക്ക് മീനച്ചിലാർ വന്ന് പതിക്കുന്ന സ്ഥലമാണ് കേട്ടോ മലരിക്കല്. ആ വെള്ളം വളരെ ശക്തിയിൽ വന്ന് കൊടൂരാറിലോട്ട് വീഴുമ്പോൾ വലിയ ചുഴികൾ ഉണ്ടാവുകയും അതിന് ബദലായിട്ട് മലരികൾ രൂപപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പ്രദേശം മലരിക്കൽ എന്നറിയപ്പെടുവാൻ തുടങ്ങിയത്. ഇവിടെ വന്നിട്ട് നമുക്ക് എത്രത്തോളം വേണമോ അത്രത്തോളം ആമ്പൽപ്പൂക്കൾ പറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. കാരണം പറിച്ചാലും തീരാത്ത അത്രയ്ക്കും ആമ്പൽപ്പൂക്കളാണ് ഈ പ്രദേശമാകെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നത്. പിന്നെയും ഒരുപാട് സഞ്ചാരികളുടെ ഒഴുക്കാണ് കേട്ടോ ഈ പ്രദേശത്തേക്ക്. എല്ലാ വർഷവും ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് കേട്ടോ ആമ്പൽപ്പൂക്കളുടെ മനോഹരമായ കാഴ്ച വിരുന്നൊരുക്കുന്നത്. ഫൈബർ വള്ളങ്ങളാണ് കേട്ടോ ഈ പ്രദേശത്ത് കൂടുതലുമുള്ളത്. ഫൈബർ വള്ളങ്ങളിലെ യാത്ര ഒരുപാട് സുരക്ഷിതമാണ്. എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ ഈ പ്രദേശത്തെ ഗ്രാമീണ കാഴ്ചകൾ. പൊളിയല്ലേ? നേരത്തെ ആമ്പൽപ്പൂക്കൾ കാണുവാൻ പോയിട്ട് തിരിച്ചു വരുന്നവരെയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത്. ആമ്പൽപ്പൂ വസന്തം കണ്ടു മടങ്ങി വരുന്ന എല്ലാവരുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരികൾ മാത്രമാണ് കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുക. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം വിനോദസഞ്ചാരികൾ പിന്നെയും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ പല ഭാഗത്തു നിന്നും വള്ളത്തിൽ ആളുകളെ ആമ്പൽപ്പൂ വസന്തം കാണുവാനായിട്ട് കയറ്റിക്കൊണ്ട് പോകുന്നതാണ്. ദിവസവും ധാരാളം വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് മലരിക്കൽ എന്ന് പറയുന്നത്. കൊടുക്കുന്ന കാശിന് 100% മൂല്യമുള്ള യാത്രയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് ലഭിക്കുക. കോട്ടയത്ത് നിന്നും ഇല്ലിക്കൽ കവലയിൽ എത്തിച്ചേർന്നതിന് ശേഷം തിരുവാർപ്പ് റോഡിൽ ഇടത്തോട്ട് തിരിഞ്ഞ് കാഞ്ഞിരം ബോട്ടുജെട്ടി റോഡിലൂടെ കാഞ്ഞിരം പാലം കയറി ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ മലരിക്കല്. കുമരകത്തു നിന്നെത്തുന്നവർ ഇല്ലിക്കലിൽ എത്തി വലത്തോട്ട് തിരിഞ്ഞ് തിരുവാർപ്പ് റോഡിലൂടെ വേണം മലരിക്കലിൽ എത്തുവാൻ. കോട്ടയത്ത് നിന്ന് 7.5 കിലോമീറ്ററും കുമരകത്ത് നിന്ന് 9 കിലോമീറ്റർ ദൂരവുമാണ് മലരിക്കലിലേക്കുള്ളത്. ശരിക്കും എനിക്ക് ഈ പ്രദേശത്തു നിന്നും വിട്ടു പോകുവാനേ തോന്നുന്നില്ല. അത്രയ്ക്കും മനോഹരമാണ് ഈ പ്രദേശത്തെ കാഴ്ചകൾ. വള്ളത്തിൽ പോയി വരുന്ന ഓരോരുത്തരുടെയും മുഖത്തോട്ട് നോക്കിയാൽ നമുക്ക് അവരുടെ എല്ലാം സന്തോഷം എന്തുമാത്രമാണെന്ന് നന്നായിട്ട് മനസ്സിലാവും.
പ്രദേശത്ത് വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും വിനോദസഞ്ചാരികളെയും എല്ലാവരെയും കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ്. ഇനിയും നമുക്ക് മുന്നിൽ പിടിതരാത്ത ധാരാളം കാഴ്ചകൾ ഈ ഭൂമിയിലുണ്ട്. അത്തരം കാഴ്ചകൾ തേടിയുള്ള യാത്രകൾ മുന്നോട്ട് തുടർന്നുകൊണ്ടേയിരിക്കും. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരുന്നു.